ഹലോ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ ഇംഗ്ലീഷ് പബ്ലിക് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റിൻ്റെ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ലേറ്റായിട്ടായിരിക്കും ഇറങ്ങുക. കാരണം എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോ വരാൻ വൈകിയത്. ഓക്കെ, അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാമൊക്കെ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ എലമെൻറ്റ് കുറവായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവ് ഫീൽ ചെയ്തതായിട്ട് തോന്നി. കാരണം കുറച്ചൊന്ന് മീൻസ് ഇപ്പോൾ പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി അങ്ങനൊരു ടൈപ്പായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ 8 മാർക്കിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചോദിച്ചത് മറ്റേ ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവമായിരുന്നു. അതൊന്നും അങ്ങനെ +1 സാധാരണ ചോദിക്കാറില്ല. പക്ഷേ ലൈവിലൊക്കെ പഠിപ്പിക്കാറുണ്ട്, എന്നാലും അത് ചോദിക്കാറില്ല. പക്ഷെ അത് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മോഡലിലൊക്കെ നമ്മൾ കണ്ടത് അത്യാവശ്യം വലിപ്പത്തിലാണ് ക്വസ്റ്റ്യൻസ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിനിടയിലൊക്കെ നല്ല രീതിയിലുള്ള ഗ്യാപ്പും, കാണാൻ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് തന്നെ വായിച്ചു പോകാനുള്ള തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ കുറച്ചും കൂടി കൂടുതൽ പേജസും ഉണ്ടായിരുന്നു. പക്ഷേ പബ്ലിക് എക്സാമിലേക്ക് എത്തിയപ്പോൾ പേജസിൻ്റെ എണ്ണം കുറയുകയും അതേപോലെ തന്നെ കൺജഷൻ കൂടുകയും ചെയ്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ പേപ്പറിൻ്റെ ക്വാളിറ്റിയും പ്രിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് തോന്നിയതാണോ, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാസേജ് തന്നത് ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന് പറഞ്ഞൊരു യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് കിട്ടാൻ തന്നെ എനിക്ക് അത്യാവശ്യം ആലോചിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ഈ ലേഹോർലൻ്റെ പാഠം നമ്മളങ്ങനെ ടൈറ്റിലിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു ടൈറ്റിൽ ഓർത്തെടുക്കാൻ അത്യാവശ്യം സമയം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബലൂൺ എന്ന് പറയുന്നത് ഈ കുറച്ചൊരു വലിയ പാരഗ്രാഫാണ്. എന്നിട്ട് ഏത് ബലൂണാണ് ഇവിടെ റെഫർ ചെയ്യണതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ചിലവരൊക്കെ ഇത് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലേഹോർല തന്നെയാണ്. അതേപോലെ രണ്ടാമത്തെ ഫ്രം വിച്ച് ലെസൺ ഈസ് ദ എക്സെപ്റ്റ് ടേക്കൺ, അതാണ് ആ ഒരു ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന് പറഞ്ഞ ആ യൂണിറ്റിൻ്റെ പേര് കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു ടാസ്ക്. അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ അത് പാസേജ് വായിച്ചാൽ കറക്റ്റായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ ഫ്രൈറ്റൻഡ് എന്ന് പറയുന്നതിൻ്റെ സിനോണിമസ് ആയിട്ടുള്ളൊരു വാർഡ് കണ്ടുപിടിക്കുക. അത് സ്കെയർഡ്, അതും അത്യാവശ്യം ഓബ്വിയസ് ആണ്. ദെൻ പോയറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഡെത്ത് ലെവലർ എന്ന് പറഞ്ഞ പോയാണ്. അതിൽ ആദ്യം തന്നെ പോയറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് ഷേർലി. അത്യാവശ്യം ടെക്സ്റ്റ് വൈസർക്കൊക്കെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ റൈം സ്കീം, അതും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ശീലിക്കണമായതുകൊണ്ട് അത് ജസ്റ്റ് എനിക്ക് കിട്ടിയത് എന്തായിരുന്നു, AB CCDD അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതേപോലെ പിന്നെ അടുത്തത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഒരു ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം പല ആൻസേഴ്സാണ് ഞാൻ ചോദിച്ചപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ എഴുതിയത് ഗെറ്റപ്പാണ്, പലരും സ്റ്റൂപ്പ് എഴുതിയിട്ടുണ്ട്. അതേപോലെ വേറെ ആരോ ടൈം എഴുതിയവരുണ്ട്. അങ്ങനെ പല ആൻസേഴ്സ് ഞാൻ കണ്ടു ആ ക്വസ്റ്റ്യന്. അതേപോലെ നെക്സ്റ്റ് ഗ്രാമർ സെഷനാണ്. ഗ്രാമർ നമ്മൾ +1 അറിയാലോ, അത്ര മാർക്ക് നമ്മൾ SSLCയിലൊക്കെ ഏകദേശം പകുതിയോളം മാർക്കിന് ഗ്രാമർ വന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കുറവ് മാർക്കിനാണ് ഗ്രാമർ വരിക. അപ്പോൾ ചിലരൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാമറിന് കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ മോഡലിന് വന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് 6 ആൻസർ. പിന്നെ ബി ക്വസ്റ്റ്യൻ ബിസൈഡ്സ് ആണ് ആൻസർ. ഇത് ബിസൈഡ്സ് ആണോ ബിസൈഡ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഷീ എന്നൊക്കെ കണ്ടപ്പോൾ ബിസൈഡ്സ് എഴുതി. അതേപോലെ പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചാണ്, അതും കുഴപ്പമില്ലാണ്ട് എഴുതി. ദെൻ 11 ഇഫ് ക്ലോസിൻ്റെ സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും ആയിരുന്നു, അതും എഴുതി. പിന്നെ 2 അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 12ാമത്തെ ക്വസ്റ്റ്യൻസിൽ. സൂ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അതേപോലെ 13ാമത്തെ ക്വസ്റ്റ്യൻ പ്രസി എഴുതാനാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇതിൽ 90 വേർഡ്സ് എന്നൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു 30 വേർഡ്സായി ചുരുക്കലാണ് നമ്മുടെ ടാസ്ക്. പക്ഷേ അത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഇതിൽ ഒന്നും ഇപ്പോൾ ചുരുക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഞാൻ ഈ പ്രസ് എഴുതിയിട്ടുണ്ടായിരുന്നു, കാരണം സിമ്പിളായിട്ട് 4 മാർക്ക് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു ഹെഡിങ്ങും കൊടുത്തിട്ട് പരമാവധി ചുരുക്കി 30 കറക്റ്റല്ല, ഒരു 33 വേർഡ്സിലേക്ക് നോക്കി ചുരുക്കിയിട്ടുണ്ട്. ദെൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് ചോദിച്ചിട്ടുണ്ട്. ഈ ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഗിയാണ് ഈ ആലീസ് എന്നുള്ള കാര്യം പലരും മറന്നുപോയി. പക്ഷേ അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മീൻസ് ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നോക്കിയാൽ അതിൽ തന്നെ റിയൽ നെയിം ഉണ്ടാവും, ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അത്യാവശ്യം ഈ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു അൺനെസസറി കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അടുത്തതാണ് അത്യാവശ്യം കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിൽ എന്ന് പറയുന്നത്. ബാനു മുഷ്താഖിൻ്റെ പ്രൊഫൈലാണ് ചോദിച്ചത്. സംഭവം ഞാൻ കറക്റ്റായിട്ട് ഷീ എന്ന് തന്നെയാണ് എഴുതിയത്. കാരണം എനിക്ക് ബാനു മുസ്താഖിനെ നേരത്തെ അറിയായിരുന്നു. ക്വിസിനൊക്കെ വേണ്ടി ഞാൻ ബാനു മുസ്താഖിനെ പറ്റി വായിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ്. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ മൈസൂർ ദസറ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയും കൂടിയാണ് ബാനു മുസ്താഖ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ ബാനു മുസ്താഖിനെ അറിയുന്നതുകൊണ്ട് അവരൊരു ലേഡിയാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷീ തന്നെയാണ് എഴുതിയത്. പക്ഷേ ധാരാളം ഏകദേശം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഹീ തന്നെയാണ് എഴുതിയത്. അതിൻ്റെ റീസൺ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. കാരണം ബാനു മുസ്താഖ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം ഒരു വുമണിൻ്റെ നെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ ഇത് 50-50% പോലെയല്ല, കൂടുതൽ ആൾക്കാർ ഹീ എന്നാണ് എഴുതിയത്. അത് അല്ലാത്തൊരു ഒരു ഇതായിപ്പോയി. പിന്നെ അടുത്തത് സെറാങ് ഓഫ് റാണഗഞ്ചിയിൽ ആ ഒരു ജോബ് സ്പിത്തിൻ്റെ ആ ഒരു മീൻസ് പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറിനെ പറ്റിയിട്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് ചോദിച്ചത്. അത് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതേപോലെ ഈ എഡിറ്റിങ് ഇത് വലിയൊരു പാസേജ് ആയിപ്പോയി. നമ്മൾ മോഡലിനൊക്കെ എഡിറ്റിങ് എന്തായിരുന്നു, ഒരു സെൻറ്റൻസ് ആയിരുന്നു. അതിൽ 2 മാർക്കിന് അങ്ങനെ പെട്ടെന്ന് പിക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന എഡിറ്റിംഗ് ആയിരുന്നു. പക്ഷേ അത് പബ്ലിക്കിൽ എത്തിയപ്പോൾ ഒരു വലിയ പാരഗ്രാഫായി. അപ്പോൾ ഇത് ഞാൻ സ്കിപ്പ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് സമയം കിട്ടിയോണ്ട് എന്തൊക്കെയോ മീൻസ് 4 മിസ്റ്റേക്കാണ് തോന്നുന്നു ഇവിടെ ഉള്ളത്, 4 മാർക്കിനായതുകൊണ്ട്. പക്ഷേ ഞാനൊരു 7 എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ 18 ഈ ഒരു നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ഫോക്ക് മീൻസ് നാടോടി സംബന്ധമായൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ക്രിസ്മസിന് വന്നിട്ടുണ്ടായിരുന്നു, മോഡലിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡലിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷേ എന്നിട്ടും ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ഞാൻ വിട്ടു. അതേപോലെ ഈ എലാബറേറ്റഡ് ഐഡിയ അതാണ് ഞാൻ എഴുതിയത് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ ആ ഒരു മോർണിംഗ് ഓഫ് ദ സൺറൈസ് ഓൺ ദ ഹിൽസ് അത് അതിൽ കുറേ ഒരു വിവരണമാണ്. അതിലത്തെ തീം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിനെ തന്നെ വീണ്ടും എഴുതിയിട്ടാണ് ഞാൻ ഈ 19ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയത് കേട്ടോ. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഐഡിയൽ ഇന്ത്യ എങ്ങനെയായിരിക്കുന്നത്, അത് നമ്മളൊരു 8 മാർക്കിനായിരിക്കും പ്രതീക്ഷ ഉണ്ടാവുക. പക്ഷേ ഇവിടെ വന്നത് 6 മാർക്കിനാണ്. പിന്നെ അതേപോലെ ഇപ്രാവശ്യം കുറേ ലെറ്റർ ഫോർമാറ്റിൽ കുറേ എഴുതാൻ ഉള്ള പോലെ തോന്നി. കാരണം എനിക്ക് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറേ ലെറ്റേഴ്സ് എഴുതിയ പോലെ ഒരു ഫീൽ വന്നു. കാരണം ഒരു 4 ലെറ്റേഴ്സൊക്കെ എഴുതിയ പോലെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ 21ാമത്തേലും ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, മറ്റേ ലെറ്റർ ടു ദ എഡിറ്റർ വന്നിട്ടുണ്ട്. ഈ സൂപ്പർസ്റ്റിഷൻസിനൊക്കെ ഒഴിവാക്കണ അങ്ങനെ എനിക്ക് കണ്ടൻറ്റ് കറക്റ്റായിട്ട് അറിയില്ല. ഇതിൽ ഞാൻ സ്റ്റീരിയോ ടൈപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യനിലും ഒരു ഇമെയിലാണ്, അതൊരു ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ മറ്റേ APJ അബ്ദുൽ കലാമിനോട് ചോദിച്ച ആ കുട്ടീനെ ഭാവിയിൽ വിളിക്കുന്ന ഒരു ഇതാണ്. പലരും APJ അബ്ദുൽ കലാമിന് കത്തെഴുതിയതായിട്ടൊക്കെ അറിഞ്ഞു. അത് ക്വസ്റ്റ്യൻ ആ ഒരു സമയത്ത് ടെൻഷനൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാർക്ക് എന്തായാലും തരേണ്ടതാണ്. അതേപോലെ ഈ ബാനു മുസ്താഖിൻ്റെ ഹീന്ന് എഴുതിയവർക്കും അത്യാവശ്യം മാർക്ക് തരും. കാരണം അത് ചില സെൻറ്റൻസിലൊക്കെ ഹീന്ന് ഉണ്ടാവുള്ളൂ. അതും ഇപ്പോൾ പ്രൊഫൈല് എനിക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ അറിയാത്തൊരാൾക്ക് അവരേത് ജനറലാണെന്ന് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം അതൊക്കെ ലിബറലാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദെൻ ഈ ഒരു സെമിനാറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതൊക്കെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഈ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് മോഡൽ എക്സാമിനേക്കാളും ക്രിസ്മസ് എക്സാമിനോടാണ് സാമ്യം ഉണ്ടാക്കിയത്.
ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം പ്രസി ക്രിസ്മസ് എക്സാമിലാണ് ആദ്യമായിട്ട് വന്നത്. അതേപോലെ ഈ ഒരു സെമിനാർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ ഒരു ക്രിസ്മസ് എക്സാമിനോട് സാമ്യം ആ ഒരു ലെവലിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പ്രാവശ്യം ഇംഗ്ലീഷ് എക്സാം. ദെൻ പിന്നെ നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ലേഹോർലയുടെ ലൈവ് TV റിപ്പോർട്ട് അത് വന്നത് നന്നായി. അത് കാരണം അത് ഏകദേശം എല്ലാവരും നോക്കിപ്പോയൊരു സംഭവമായിരിക്കും. ചിലവരൊക്കെ മോഡലിൽ വന്നു പറഞ്ഞിട്ട് അവഗണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ദെൻ പിന്നെ ഈ ഇവാൻ ഇവാനിച്ചിന് കാണാൻ പറ്റുന്ന കോൺവെർസേഷൻ, കണ്ടാൽ പറ്റുന്ന കോൺവെർസേഷൻ, അതൊക്കെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ഇനിയാണ് നമ്മളെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഇതിലെഴുതിയത് ഈ ഒരു അപ്ലിക്കേഷൻ ലെറ്റർ റെസ്യൂമെയും ആ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഈ സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അത്ര കണ്ടന്റ് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ എഴുതിയത് ഇഫ് എന്നുള്ള പോയത്തിൽ നിന്ന് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അതേപോലെ യങ് സീകളുടെ ആ പാഠത്തെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല യൂണിറ്റിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് ഈ ഒരു 26ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ലെറ്റർ അത് അത്യാവശ്യം ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് മീൻസ് ഈ ഫോർമാറ്റൊക്കെ നോക്കുമ്പോൾ ഇതൊരു പുതിയ സംഭവം വന്നു. അപ്പോൾ അത്യാവശ്യം പഠിച്ചു. ആ ഡിക്ലറേഷൻ ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ 6 മാർക്കിനൊക്കെയാണ് പ്രതീക്ഷിച്ചത്. 8 മാർക്കിന് വന്നു. അപ്പോൾ അതായിരുന്നു ഒരു സർപ്രൈസ്. പിന്നെ ഇത് അൺനോൺ പോയം ഇതിലേക്കൊന്നും അധികം ആരും നോക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെ നിന്ന് വായിച്ച് പിന്നെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കാനുള്ള ടൈമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് നല്ല ടൈം പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്നായിരുന്നു. മോഡലിനൊക്കെ അത്യാവശ്യം എല്ലാം എഴുതി കഴിഞ്ഞിട്ടും പിന്നെയും ടൈം നമുക്ക് റീചെക്ക് ചെയ്യാനും അണ്ടർലൈനിങ്ങൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എഴുതി തീരാൻ തന്നെ ഞാൻ ഇങ്ങനെ ഓടിയായിരുന്നു. പേന നിലത്ത് വെക്കാണ്ട് എഴുതിയായിരുന്നു. എന്നിട്ടാണ് കഴിഞ്ഞത്. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സിനും ക്വസ്റ്റ്യൻസൊക്കെ വിടേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈമിൻ്റെ പ്രശ്നം. കാരണം പല ക്വസ്റ്റ്യൻസും നമുക്ക് ആലോചിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ടൈമിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ടൈം പോകുന്നത് അറിയണമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം. അപ്പോൾ ഇനി ഇതിലിപ്പോൾ മാർക്ക് പോയതോ അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല എന്നുള്ള ടെൻഷൻ കാരണം ഇനിയും ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കാരണം ഇനി നമ്മളിപ്പോൾ ഒരു റിസൾട്ട് മോശമായി എന്ന് പറഞ്ഞത് അടുത്തതിന് ബാധിക്കാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ച് അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് എക്സാമിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത എക്സാം മലയാളമാണ്. അതിന് അത്യാവശ്യം ലീവ് ഉണ്ട്. പക്ഷെ അത്രയും ദിവസം മലയാളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലാംഗ്വേജ് സബ്ജക്ട്സ് എത്ര നോക്കിയാൽ ആ ഒരു ടൈമിലെ പ്രസൻസ് ഓഫ് മൈൻഡും ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെയാണ് അതിൽ കൂടുതൽ മാറ്റർ ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ലാസ്റ്റത്തെ 2 ദിവസമാണ് നമ്മൾ മലയാളത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് എനിക്ക് മാത്സ് ആണ് കൂടുതലൊന്ന് സ്ട്രോങ് ആക്കേണ്ടത്. കാരണം അത്യാവശ്യം ഞാൻ വീക്കാണ് മാത്സിൽ. അപ്പോൾ മാത്സ് ആണ് ഞാൻ ഈ ഒരു ദിവസങ്ങളിൽ പഠിക്കാൻ ഉദ്ദേശിച്ചത്. കെമിസ്ട്രി ഞാൻ അത്യാവശ്യം ഈ ഇംഗ്ലീഷിന് മുമ്പുള്ള ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ആണോ മാത്സ് ആണോ കുറച്ച് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.